ദൈവമായിട്ട് ഉടമ്പടിയിലൂടെ ദൈവശക്തി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ബലത്തെക്കുറിച്ച് ചിന്ത വേണം. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? ഉടമ്പടി ദൈവത്തിൻ്റെ ബലം പ്രാപിക്കാനാണ്. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ പേരെന്താണ്? കൃപയ്ക്ക് ബൈബിൾ എന്താ പറയണത്? പ്രസാദം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇപ്പം നമ്മൾ ഈ സങ്കീർത്തനം 89:17 എടുത്തേ. സങ്കീർത്തനം 89:17 ശ്രുതിയുടെ ഹല്ലേലൂയ 89-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കൊമ്പ് ഉയർത്തുന്നത് എങ്ങനെയാണ്? പവർ ഉണ്ടാക്കണത് എങ്ങനെയാണ്? അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, നോട്ട് ബ്ലെസ്സിങ്. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. അങ്ങയുടെ എന്ന് പറഞ്ഞ സങ്കീർത്തനം 89:17 അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ ശക്തി ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ശക്തിപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഉപരി ശക്തി ധരിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. കൃപയ്ക്ക് നമ്മൾ എന്താ ചെയ്യണത്? ഇവിടെ അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? അനുഗ്രഹമല്ല, ബ്ലെസ്സിങ്സ് അല്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഇഫക്റ്റാണ്. എന്ത് സംഭവിക്കാം? 6 കാര്യങ്ങളല്ല, ചിലപ്പോൾ 600 കാര്യം സംഭവിക്കും. മനസ്സിലായില്ലേ? 6 കാര്യങ്ങളല്ല, ചിലപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് ഇട്ടിരിക്കുന്നതാണ്. 600 കാര്യങ്ങൾ സംഭവിക്കും. എന്താ കാര്യം? അത് ഓഫറിങ്ങിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും, ചെയ്യുമെന്ന് പറയണം എൻ്റെ കാര്യം. അപ്പം ഈ അനുഗ്രഹങ്ങൾക്ക് അറുതിയില്ല ശരിക്കും. ഇപ്പം തന്നെ അത് ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാൻ പറ്റും. നമുക്ക് മിനിമം ബന്ധം ഉണ്ടായാൽ മതി. ഏത് അനുഗ്രഹവും ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാം. എന്താണ്? ഈ ബന്ധം ഉണ്ടായാൽ മതി. ഇപ്പം അയാൾ കണ്ണ് കാണാം, അപ്പനും മകനും കണ്ണ് കാണാൻ പാടില്ല. ആർക്കൊക്കെയാണ്? സുധീർ കുമാറിനും മകൻ ദിനദേവനും കണ്ണ് കാണാൻ പാടില്ല. അവൻ പറഞ്ഞത് എന്താണ്? അവർക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കണം. അങ്ങനെ അവർ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷൻ കണ്ണ് കാണാൻ പാടാത്തവർക്ക് അഡ്മിഷൻ തരുന്നത് പറഞ്ഞു. സ്വാഭാവികമാണ്. അപ്പോൾ അവർ ഭയങ്കര സങ്കടമായി. അപ്പൻ എന്തോ ജോലിക്ക് പോകുന്നുണ്ട്, അന്ധനാണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട്. 100% അന്ധനാണേ, അയാൾക്ക് പറ്റുന്ന ജോലിക്ക് പോകുന്നുണ്ട്. പോയിട്ട് ഒരു മകനിങ്ങനെ ദുഃഖം പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ സ്വരം കേൾക്കണില്ല അപ്പന്. അപ്പം എന്നാ പറ്റി? നീ ഇല്ല ഇവിടെ? ഉണ്ടപ്പാ, അവർ അഡ്മിഷൻ തരികയില്ലെന്ന് പറഞ്ഞെന്ന് പറയും. അപ്പോൾ ഈ ഉടനെ അപ്പം പറയും, അത് മാതാവല്ലേ പറയേണ്ടത്, അവരാണോ പറയേണ്ടതെന്ന് ചോദിക്കും. ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ പ്രശ്നം തന്നെയാണ്. പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കണ്ടില്ലേ? അവർ അഡ്മിഷൻ തരികയില്ലെന്ന് ആരാ പറയേണ്ടത്? അവരല്ലല്ലോ പറയേണ്ടത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അത് മാതാവല്ലേ പറയേണ്ടത്. വൈകുന്നേരം അപ്പോൾ ഈ മനുഷ്യന് ഒറ്റക്കിരുന്ന് ജവമാലയല്ലേ അക്രൈസനാണെന്ന് പറയണം കേട്ടോ. ആ വിഷയം ഓരോ അടുത്ത് കയറി പോണ പോക്കുണ്ടില്ലേ, ഇതെങ്ങോട്ടാ പോകണമെന്ന് അറിയത്തില്ലേ. അവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിലേക്ക് വരണതേ. അവർ ചെയ്യണ കണ്ണും പൂട്ടി ചെയ്യണം. അത് മാതാവല്ലേ പറയേണ്ടത്, അവരാണോ പറയേണ്ടതെന്ന്. കാരണം ഞാൻ ഉടമ്പടിച്ചിരിക്കുന്നത് അവരുമായിട്ടല്ല, അമ്മയുമായിട്ടാണ്. അമ്മ പറയട്ടെ. അമ്മ ഇവൻ കൊന്തയിലേക്ക് കഴിയുമ്പോൾ പറയുമ്പോൾ അതിന് ചട്ടം ഉണ്ടാകാൻ തിരക്കാൻ പറയാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിലല്ലേ അമ്മ നിറഞ്ഞിരിക്കണത്. അപ്പം പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് അമ്മ പറയും, അവന് ബോധം കൊടുത്തത് അതിന് ഏത് ചട്ടം വഴിയാണ് എൻ്റെ മകന് അഡ്മിഷൻ കൊടുക്കാത്തതെന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു. ഇവൻ രാവിലെ പോയിട്ട് അപ്പം പോയിട്ട് നേരെ പ്രിൻസിപ്പൾ സാറേ ഏത് ചട്ടം വഴിയാണ് എൻ്റെ മകന് അഡ്മിഷൻ തരത്തില്ലെന്ന് നിങ്ങൾ പറയണത്, ആ ചട്ടം ഏതാണെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അവർ പബ്ബ അടിക്കും, ചട്ടമൊന്നും ഇല്ല, അഡ്മിഷൻ കൊടുക്കും ഉടനെ. ആ മകന് ഉടനെ അഡ്മിഷൻ എഴുതി കൊടുക്കും. സംഗതി ഒരു വിഷയം ദൈവ പൈതൽ സോൾവ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അതിനർത്ഥം എന്താ? നമ്മൾ മുന്നോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ലെന്നാ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ നമ്മൾ പറയണത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. എന്താ കാര്യം? നമ്മൾ മുമ്പോട്ടേ പോകാവൂ, പുറകോട്ട് പോകരുത് എന്ന് പറയുന്നതിന് പകരം ദൈവം പറഞ്ഞത് എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞേ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. അപ്പം നമ്മൾ മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. നമ്മൾ മുമ്പോട്ടേ പോകാവൂ എന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം പറയണത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കൈയടിച്ച് ശ്രുതിക്കട്ടെ.
അപ്പോൾ ഈ അന്ധനായ അപ്പനും മകനും ജീവിതത്തിൻ്റെ വെല്ലുവിളി അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം കണ്ടില്ലേ? ഉടമ്പടിയിൽ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അവൻ +1 പാസ്സായി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ അവൻ +2 പാസ്സായി. അപ്പോൾ അവൻ്റെ അടുത്ത പ്രശ്നം അവന് ബിടെക്കിന് പോകണം. അതാണ് അടുത്ത പരിപാടി. മുമ്പോട്ട് തന്നെ പോകണം അവരെ. അപ്പോൾ എങ്ങനെയാണ് ഈ അന്ധന്മാർ രണ്ടുപേരും കൂടി അപ്പനും മകനും കൈ പിടിച്ച് മാതാവിൻ്റെ കൈയും പിടിച്ച് മുമ്പോട്ട് പോകണത്? മനോഹരമായൊരു സാക്ഷ്യമാണ്. ഞാൻ തന്നെ പറഞ്ഞത് എന്തൊരു വെല്ലുവിളിയാണ്. മനുഷ്യന് നമ്മൾ അന്ധന്മാരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണത് ഈ ബിടെക്കിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണം? ആദ്യം കണ്ണു തുറന്നു തരാനേ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ അന്ധന്മാരാണെങ്കിൽ നമ്മൾ ബിടെക്കിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ല, കണ്ണു തുറന്നു തരാനേ ആദ്യം പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ ബിടെക്കിന് ചെല്ലുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. ബിടെക്കിന് വരുമ്പോൾ അവർ പറയും അഡ്മിഷൻ ഇല്ല എന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യാഭ്യാസമാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് 40% വൈകല്യമേ പാടുള്ളൂ. ഇതിപ്പോൾ 100% വൈകല്യമാണ്. 40% വൈകല്യമേ ഉണ്ടെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസം കൊടുക്കാമെന്നാണ് ഗവൺമെൻറ് നിയമം. അപ്പം അതുകൊണ്ട് ഇത് 100% വൈകല്യമായതുകൊണ്ട് ബിടെക്കിന് സ്ക്രീൻ പോലും കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഈ അപ്പനും മകനും അതിന് വേറൊരു മാർഗം കണ്ടുപിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എൻട്രൻസ് എക്സാമില്ലേ, എൻട്രൻസ് എക്സാമിന് സ്ക്രൈബിനെ വെച്ച് എൻട്രൻസ് തോറ്റ് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, എൻട്രൻസിനാണ് ഇവരുടെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. എൻട്രൻസിൽ വരുമ്പോൾ എൻട്രൻസിൽ വെച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ തള്ളിപ്പോകത്തില്ലേ? അപ്പോൾ എൻട്രൻസിന് ചെയ്യണമെങ്കിൽ ഇവന് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്രൈബിനെ വെച്ച് ചെയ്യാം. അപ്പോൾ വേറെ ഒരാളെ വാടകയ്ക്ക് എടുക്കണം, എഴുത്തുകാരന് നിയമപരമായിട്ട് വേറെ ഒരാളെ കണ്ണ് കാണാവുന്ന ഒരാളെ വാടകയ്ക്ക് എടുക്കണം. വാടകയ്ക്ക് എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കുകാരൻ്റെ എൻട്രൻസിന് വാടകയ്ക്ക് എടുക്കേണ്ട ആൾ സ്ക്രൈബിന് +1 വിദ്യാഭ്യാസമേ പാടുള്ളൂ. കാര്യം എന്താണ്? ഇവന് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ഈ സ്ക്രൈബിന് ഇവനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായാൽ അവൻ്റെ അറിവ് ഇവൻ്റെ ഉത്തരത്തിൽ വരണ കാരണം ഇവൻ ജയിക്കും, കള്ളജയമായിരിക്കും അത്. കാരണം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് സ്ക്രൈബിന് വാടകയ്ക്കെടുത്ത് നിൻ്റെ പരീക്ഷ അവനെടുത്ത് നീ പറഞ്ഞു കൊടുക്കുന്നു, അവൻ എഴുതുന്നു, പക്ഷേ അവന് വിദ്യാഭ്യാസം നിന്നേക്കാൾ കുറവായിരിക്കണം, +1 പാടുള്ളത്. അപ്പോൾ +1 ഒരു വിദ്യാർത്ഥിയെ കണ്ടുപിടിക്കും. നോക്കിയേ, ജീവിതം കുറച്ച് പരിഷ്കമാണെങ്കിലും അമ്മയോട് കൂടി ഇവർ മുന്നേറിക്കുകയാണ്. അമ്മയോട് കൂടി മുന്നോട്ട് പോകണ പോക്കുകയാണ്, നല്ല രസമാണ്. എന്നിട്ട് ഇവർ സ്ക്രൈബിനെ കണ്ടുപിടിക്കും. ഒരു +1 ഉള്ള ആളെ എൻട്രൻസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൻ +1 സർട്ടിഫിക്കറ്റ് വേണം. അവന് +1 പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, +1 +2 പൂർത്തിയാക്കിയാലേ അവന് സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്താ മാർഗം? പൂർത്തിയാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. അവൻ 10ാം ക്ലാസ് പൂർത്തിയാക്കി, സ്ക്രൈബ് 10ാം ക്ലാസ് പൂർത്തിയാക്കിയതാണ്. അപ്പോൾ 10ാം ക്ലാസ് വേറെ സ്കൂളിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അവിടെ ചെന്ന് പറയും, സാറേ സ്ക്രൈബിന് വേണ്ടിയാണ് ഇവൻ 10ാം ക്ലാസ് ഇവിടെ പഠിച്ചതാണെന്ന് സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറയും. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയും, ഇവർ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മേടിക്കുക, ഇവിടെ പണ്ട് പഠിച്ചതാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം തരാൻ പറ്റത്തില്ലെന്ന് പറയും. എന്തെല്ലാം നോക്കി, ഈ രണ്ടുപേരും അന്ധന്മാരാണ്. ഇവരെ അന്ധന്മാർ അതിനേക്കാൾ വലിയ അന്ധന്മാരാണ് ഇവരെ ആക്രമിക്കാൻ പറ്റുന്നത്. എന്ത് കഷ്ടമാണ് ദിവസത്തിൽ ആ ജീവിതം. നമ്മളല്ലേ ഉടമ്പടിക്ക് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുന്നോട്ട് തന്നെ പോവുക, പുറകോട്ടടിക്കരുതെന്ന് അർത്ഥം. അപ്പനും മകനും മുന്നോട്ട് തന്നെ പോവുകയാണ്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ സ്ക്രൈബിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പനും മകനും സ്കൂൾ ഓഫീസിന് വാദിക്കാൻ നിൽക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ അപ്പന് തോന്നി ഉടമ്പടി കാശുരം എടുത്ത് വിശ്വപ്രമാണം ചെയ്യാൻ തോന്നി. അപ്പോൾ ഇവരെ പുറത്താക്കി അവർ കൊടുക്കത്തില്ലെന്നും പറഞ്ഞ്. എന്നിട്ട് ഇവർ സ്കൂളിൻ്റെ വരാന്ത എന്നുകൊണ്ട് അപ്പൻ ഉടനെ ഈ അന്ധനായ അപ്പൻ ആ ഉടമ്പടി കാശുരം എടുത്തിട്ട് തിരുമ്മി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ കണ്ണുടച്ച് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ പറയണേ, എനിക്ക് ഗ്ലൂക്കോമ വന്നാണ് എൻ്റെ 100% കണ്ണ് പോയത്. അത് ഭയങ്കര സാക്ഷ്യമാണത്. എനിക്ക് ഗ്ലൂക്കോമ വന്നാൽ 100% കണ്ണ് പോയത്. അപ്പോൾ അത് കരയാൻ പറ്റത്തില്ല, ഈ കണ്ണീരില്ല. പക്ഷേ ഞാൻ ഈ വിശ്വപ്രമാണം തിരുമിയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന്. കാര്യം എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നെന്ന്. ഞാനിങ്ങനെ കണ്ണീരിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാദസ്വരം പോലെ ഒരു സ്വരം കേട്ട്, പിന്നെ മുല്ലപ്പൂവിൻ്റെ ഒരു മണം എന്നെ കടന്നുപോയെന്ന്. അങ്ങനെ പോയി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പാദസ്വരവും അന്ധനല്ലേ, ഈ പാദസ്വരവും മുല്ലപ്പൂവിൻ്റെ മണവും തിരിച്ചു വന്നു. എന്നിട്ട് എനിക്കൊരു പേപ്പർ നീട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന് അഡ്മിഷൻ ആയിട്ടുണ്ട്, സ്ക്രൈബിന് അനുവദിച്ചിട്ടുണ്ട്. അത് അമ്മ ഒരാളെ ചാർജ് ചെയ്തിട്ട് ആ ചേച്ചി ഓഫീസിൽ പോയി പ്രിൻസിപ്പളിനോട് സംസാരിച്ച്, പ്രിൻസിപ്പളെ
ഇപ്പം ഇത് കൊടുക്കുന്നതുകൊണ്ട് സ്കൂളിന് എന്താ നഷ്ടമെന്ന് ചോദിച്ചു. ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആളെ വെച്ചമ്മ. ഇത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കൂളിന് എന്താ നഷ്ടം? അവനിത് പരീക്ഷ, 2 അന്ധനായ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനല്ലേ, അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന് വല്ല നഷ്ടം ഉണ്ടാകുന്നത്. അത് ഇവർ ശാസിച്ച് ചോദിച്ചോട് കൂടി ഉടനെ പ്രിൻസിപ്പൾ ഒപ്പിട്ട് കൊടുക്കും. തിരിച്ച് ഇവർ തന്നെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. അതായത് പിന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇവർ പോകുന്ന സഞ്ചാരങ്ങളിൽ പ്രസൻസ്, അമ്മ ഒരു ചേച്ചിയാണ് വന്നത്, പക്ഷേ അത് അമ്മയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സുഗന്ധം വരണത്. പ്രസൻസ്, ഞാൻ പറഞ്ഞില്ലേ, പ്രസൻസ് എപ്പോഴും ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം 3 ഇരട്ടി സീരിയസ് ആയിരിക്കും. ഞാൻ അതാണ് പഠിച്ചത് ഉടമ്പടിയിൽ. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം 3 ഇരട്ടി സീരിയസ് ആയിരിക്കും. ദൈവം ആഗ്രഹിക്കണം എന്താണെന്നറിയാമോ? നമ്മളൊന്ന് സീരിയസ് ആകാൻ വേണ്ടിയാണ്, ആത്മാർത്ഥമാകാൻ വേണ്ടി. ദൈവത്തിന് നമ്മളെ ആഗ്രഹിക്കണമെന്നുണ്ട്, അനുഗ്രഹിക്കണമെന്നുണ്ട്. പക്ഷേ അനുഗ്രഹിക്കാൻ പറ്റിയ ആത്മാർത്ഥത നമ്മുടെ കയ്യിലില്ല. അതാണ് ഒരു പ്രശ്നം. അത് നിങ്ങളൊന്ന് ചിന്തിക്കണേ. കാര്യം ഈ മനുഷ്യനോട് അലക്സസ്റ്റിൻ ചോദിച്ചു, ഈ കണ്ണും വെച്ചുകൊണ്ട് എന്ത് പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 10 കെട്ട് പത്രം ഒരാളെയും വിളിച്ചുകൊണ്ട് പോയി കൊടുത്തെന്ന്. മനസ്സിലായോ? അന്ധനായ മനുഷ്യനെ ഈ കണ്ണും വെച്ചുകൊണ്ട് എന്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു കൊടുത്ത ഉത്തരം എന്താ അറിയാമോ? ഞാൻ 10 കെട്ട് പത്രം പലപ്പോഴായിട്ട് കണ്ണ് കാണാവുന്ന ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ ആൾക്കാർക്കും ഈ അന്ധൻ ഈ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് കാണാവുന്ന ആൾക്കാരുടെ പത്രം വീട്ടിൽ ഇരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഇതാണ് നിങ്ങൾ ഇരന്ന് പണി മേടിക്കണമെന്ന് പറയണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എലികളാണ് ശരിക്കും. ഇവിടെ സിംഹങ്ങൾ വേറെ ഉണ്ട്. സിംഹങ്ങൾ നിൽക്കാനിവിടെ. അന്ധനായ മനുഷ്യൻ 10 കെട്ട് പത്രം മറ്റുള്ളവരുടെ സഹായം പിടിച്ച് അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി ഓട്ടോറിക്ഷയിലും ചന്തയിലും കൊണ്ടുനടന്ന് കൊടുക്കുകയാണ്. ആത്മാർത്ഥത എന്ന് പറയും. നമ്മളൊരു ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം 3 ഇരട്ടി ആത്മാർത്ഥത കാണിക്കും. അപ്പം ദൈവം കൊതിക്കുന്നുണ്ട്. എന്താണ്? നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളും ആത്മാർത്ഥതയോടെ ദൈവവുമായിട്ട് ജീവിക്കാൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവർത്തനം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അപ്പനും മകനും അന്ധനാണെങ്കിലും ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അവർ ജീവിക്കണമെങ്കിലും ഇവർക്ക് ഒരു പ്രതിയോഗിയുണ്ട് ഇവരുടെ വീട്ടിൽ തന്നെ. അതെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുവൻ്റെ ശത്രു, ഈശോ പറഞ്ഞിട്ടല്ലേ, ഒരുവൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇയാളുടെ വൈഫ് ഇതിലൊന്നും വിശ്വസിക്കണില്ല. അത് ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അപ്പനും മകനും പോകണമെങ്കിലും ഇതിനെല്ലാം അവർ വെട്ടുപോത്തിനെ പോലെ വെട്ടു ഈ സംഭവം. ഇവരുടെ പ്രതിസന്ധി ഇവിടെ വീടിനകത്ത് തന്നെയാണ്. ഇതിനെയും കൂടിയാണ് ഇയാൾ അതിജീവിക്കണമെന്ന് ഓർക്കണം. ഇതിനെയും കൂടിയാണ് ഇതിനെ അതിജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കും വൈഫിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം നിൻ്റെ വിശ്വാസത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന റെഗുലേറ്ററാണ് സംഭവം. നിൻ്റെ വിശ്വാസത്തിൻ്റെ ആക്കം അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരിക്കൽ ഇതുപോലെ ഇവന് അഡ്മിഷനൊക്കെ കിട്ടിയെങ്കിലും പെട്ടെന്ന് ഈ മകൻ അപ്പനോട് ഇവൻ്റെ സ്വരം കേൾക്കണില്ല. അപ്പോൾ 2 ദിവസമായിട്ട് ഇവൻ്റെ സ്വരം അധികം കേൾക്കണില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ തൊണ്ടയിലൊരു മുഴ വന്ന് നോക്കിയോ. പാവത്തങ്ങൾ ഓരോ കടനം കഴിയുമ്പോൾ വേറെ അടുത്ത സാധനം വരികയും തൊണ്ടയിലൊരു മുഴ വന്ന കാരണം അപ്പനോട് മുഴയാണെന്ന് പറഞ്ഞാൽ അപ്പന് ഭയങ്കര സങ്കടമാകത്തില്ലേ. അപ്പനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ അപ്പനോട് സംസാരിക്കണില്ല. ഇവന് സങ്കടമുണ്ട്, അപ്പനോട് സംസാരിക്കണില്ല. സംസാരത്തിൻ്റെ അകത്തൊക്കെ പെശകുണ്ട് ഈ മുഴ നിൽക്കണ കാരണം. അപ്പം അതുകൊണ്ട് അപ്പൻ അറിഞ്ഞ അപ്പൻ്റെ ഇരട്ടി വേദനയാകുന്നതുകൊണ്ട് അപ്പനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ കൺട്രോൾ ചെയ്തിങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ അപ്പൻ പിടിച്ച് അമ്മനെ എന്ത് പറ്റിയടാന്ന് ചോദിച്ചു. അത് പറഞ്ഞ് എൻ്റെ തൊണ്ടയിലൊരു മുഴയാണ് അപ്പാന്ന് പറഞ്ഞു. അപ്പോഴുടനെ എൻ്റെ അമ്മയെന്ന് വിളിച്ച് അപ്പൻ ഇങ്ങനെ തടഞ്ഞ് നോക്കിയപ്പോൾ മുഴയുണ്ട്. അപ്പനുടനെ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മയാണല്ല ഉടമ്പടി എടുത്ത ആദ്യത്തെ ഡോക്ടർ ആരാണ്? അമ്മയല്ലേ.
അപ്പൻ ഉടനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എടുത്തിട്ട് ഇവർ മുഴയിൽ കുരിശിടും. അപ്പം അമ്മ അവിടെ നിന്നിട്ട് കമൻ്റ് അടിക്കും, ഈ ആഭാസ നാടകം കൊണ്ട് പരിപാടി നടക്കത്തില്ല, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. അമ്മ പറയണതാണ്, അവരിങ്ങനെ എരുതി നിൽക്കണേ. അപ്പം അപ്പനിങ്ങനെ കണ്ണ് കാണാതെ അതിൻ്റെ തൊണ്ട തപ്പിയെടുത്തിട്ട് ഈ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിടുമ്പോൾ അമ്മ അറിയിക്കുന്നുണ്ട്, ഈ ആഭാസ നാടകം കൊണ്ട് കാര്യം നടക്കുന്നത്, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. ആശുപത്രി കൊണ്ടുപോയി എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാൻ പറ്റില്ല. അത് അപ്പനെ അറിയാം, ഇതെവിടെയും കണ്ടാൽ പോകണമെന്ന് നമുക്കറിയത്തില്ല. അത് കാരണം അത് ഒന്ന് അത്രയും സങ്കടപ്പെടാതെ കുരിശിടും. കുരിശിട്ടിട്ട് പറയും, നാളെ രാവിലെ ആകട്ടടി എന്ന് പറയും. നാളെ രാവിലെ ആകുമ്പോൾ കൊച്ചിന് മുഴ കാണത്തില്ല. അപ്പൻ തപ്പി നോക്കുമ്പോൾ മുഴയില്ല. മുഴ ഉണ്ടാ മകനെ? ഇല്ലപ്പാ, എല്ലാ അമ്മ കളഞ്ഞെന്ന് പറയും. എന്നിട്ട് പറയും, അപ്പം അവളെ വേദനിപ്പിക്കാതിരിക്കാൻ പറയുമ്പോഴേ വൈഫിനോട് ചോദിക്കും, അതാണ് സംഭവം. അവൾ ശത്രുതയില്ല. വൈഫിനെ വേദനിപ്പിക്കാതിരിക്കാൻ പറയും, എടി എങ്ങനെയാണ് ഇനി ഞാൻ എന്താണ് ഇവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി എന്താണ് പറയേണ്ടത്? മുഴയില്ലല്ല. അപ്പം അവർ മിണ്ടത്തില്ല. എന്താ കാര്യം? അവർക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടെന്ന്. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയണത്. നിങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോ പാഠം കഴിയുമ്പോൾ നിങ്ങൾ ബലം പ്രാപിച്ചിരിക്കും. അതാണ് നമ്മൾ സങ്കീർത്തനം 89:17 വായിച്ചത്. ഒന്ന് വായിച്ചേ, എന്നിട്ട് വായിച്ചേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. അവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപ കൊണ്ട് ശക്തി, അനുദിവിശ്വമാണ് ശക്തി. ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. റിനി പറയണത് ഭയങ്കര രസമാണ്. റിനി ഇതുപോലെ, റിനി കളമശ്ശേരിയിലെ റിനിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് പറഞ്ഞത്, കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളെ കുറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം, ഇതൊരു പാലമാണ് നിത്യതയിലേക്കുള്ള എന്ന് പറഞ്ഞ റിനി. എന്താ അങ്ങനെ പറയാൻ കാര്യം? പിന്നെ റിനി പറഞ്ഞൊരു വാക്കുണ്ട്. ഇവിടെ വാക്കുകളെല്ലാം ഭയങ്കര ആഴമായ ധ്യാനങ്ങളുള്ള വാക്കുകളാണ്. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് കൃപാസന ഉടമ്പടി വസ്തുക്കളെക്കുറിച്ചാണ് പറയണത്. അത് യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് എനിക്ക് ഉടമ്പടി വസ്തുക്കളെന്ന്. യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് ഉടമ്പടി വസ്തുക്കൾ. ഇപ്പം ഞാനോർത്ത് ഇനി ഇവരെന്താ പറയാൻ പോണത്? ഇവർ ചുമ്മാ ഇങ്ങനെ അലങ്കാരികമായിട്ട് പറയണതാണ്, അല്ലെന്ന് പറയും. എന്നിട്ട് എന്ത് സംഭവം? ഇവർ പിന്നെ 6 കാര്യങ്ങൾ പറയും. അതിൽ ഒന്ന് എന്താ വെച്ചാൽ 30 വർഷത്തെ സ്കിൻ പ്രോബ്ലം ആയിരുന്നു. സ്കിൻ പ്രോബ്ലം ഈ റിനിക്ക് 30 വർഷമായിട്ട് നീണ്ടു നിന്ന സ്കിന്നിങ്ങനെ വരഞ്ഞ് പൊട്ടത്തില്ലേ, ആ രോഗം വെച്ചു ഭയങ്കര ചൊറിച്ചിലും കടിവായിരിക്കും, ഒരു സമാധാനം കിട്ടത്തില്ല. അത് ഉടമ്പടി തൈലം ഉപ്പും കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ ആ പഴയ തൊലികളെല്ലാം വരണ്ട് ഉണങ്ങി വിണ്ടു കീറിയ ചൊറിച്ചിലുണ്ടാകുന്ന തൊലികളെല്ലാം മാറി, അത് സുഖപ്പെട്ടു. പിന്നെ ഇനി പറയണത് 17 വർഷത്തെ PCOD രോഗം. അപ്പോൾ അവർക്ക് പീരീഡ്സ് ഉണ്ടാകത്തില്ല, പിന്നെ ശരീരം ചീർക്കൊക്കെ ചെയ്യും, പിന്നെ പല രോഗങ്ങളാണ്. അപ്പോൾ അത് ഉടമ്പടി തൈലം ഇവർ വയറ്റിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി. നിങ്ങളൊരു നിങ്ങളെന്താ ചെയ്യുന്നത്? ഈ റിനിയും അതുപോലെ തന്നെ സുധീർ കുമാറും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ലാത്ത കാരണം നിങ്ങൾ തലയിൽ എണ്ണ കുളിക്കാൻ വേണ്ടി തേക്കണവർ തേച്ചിട്ടാണ്. അതാണ് പ്രശ്നം. ഇതിങ്ങനെ അവിടെ ഇവിടെ ആക്കി ഇരുന്നുകൊണ്ട് ഉറങ്ങി വല്ലതൊക്കെ കാണിച്ച് കൂട്ടുമ്പോഴാണ് ഇവരെല്ലാം ഇത് ചെയ്യണത്. ആ ആപ്ലിക്കേഷൻ മോഡ് കറക്റ്റായിരിക്കും. അവിടെ ദൈവ സാന്നിധ്യം മനസ്സിൽ ഓർത്ത് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഉടമ്പടി തൈലമല്ല സുഖപ്പെടുന്നത്, അമ്മയുടെ മധ്യസ്ഥമാണ് സുഖപ്പെടുത്തുന്നുള്ള ബോധത്തിലാണ് അവർ ചെയ്യണത്. അപ്പോൾ 17 വർഷം ഉണ്ടായിട്ടുള്ള പീരീഡ്സ് ഇല്ലാത്ത ആളാണ് ഉടമ്പടി തൈലം പുരട്ടിയപ്പോൾ അപ്പോൾ തന്നെ പീരീഡ്സായി. ഇപ്പോൾ എനിക്ക് 28ാം പക്കം ഒരു കുഴപ്പമില്ലാതെ പീരീഡ്സ് ഉണ്ട്. അവരുടെ സ്ത്രീ അനുഭവങ്ങളാണ്. സ്ത്രീകൾക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എന്ത് വലിയ കാരുണ്യമാണ് അത് ചെയ്തത് അവരോട് ചെയ്തതെന്ന് ആ രോഗമുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ അടുത്തവർ പറയുന്നത് 17 വർഷം എനിക്ക് അസിഡിറ്റി ആയിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ബിസ്ക്കറ്റും കൊണ്ടാണ് പോണത്. എന്താ കാര്യം വെച്ചാൽ വയർ അല്പം കഴിഞ്ഞാൽ അപ്പം തന്നെ പൊളിച്ച് തീട്ടാൻ തുടങ്ങും, ഛർദ്ദിക്കാൻ വരും, അസിഡിറ്റി കാരണം. അതും ഇപ്പം ഇല്ല. എനിക്കിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാം. വിശന്നുകൊണ്ട് ഞാൻ പണ്ടെനിക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉപവസിച്ചാലും പ്രശ്നങ്ങളില്ലേ. അപ്പോൾ ഇതെല്ലാം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. പിന്നെ ഒരു അനുഭവം കൂടി അവർ പറയുന്നുണ്ട്. അതായത്
മൈഗ്രെയിൻ, ആക്സോയിൽ. ഞാൻ ഗൾഫിൽ നിന്ന് എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്ത് വേനോട് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ആക്സോയിൽ മതി എന്നാണ് ഞാൻ പറയണത്. ഈ കോടാലി തൈലൊന്നും സ്ഥലമില്ലേ അവർ കൊണ്ടുതന്നെ. അപ്പോൾ അതിൻ്റെ കുപ്പികൾ ഇവിടെ വീട്ടിൽ കുറേ ഉണ്ട്. കാര്യം 17 വർഷമായിട്ട് മൈഗ്രെയിനാണ്, തലവേദനയാണ്. അപ്പോൾ അതും പെരട്ടിക്കൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഇതെല്ലാം അങ്ങ് എടുത്തു മാറ്റി. അത് ആ പശ്ചാത്തലത്തിലാണ് റിനി പറയണത്, യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധങ്ങൾ പോലെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. അനുഭവത്തിൽ നിന്നാണ് അവർ പറയണത്. പക്ഷേ അത് അനുഭവിക്കുമ്പോൾ, അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടുത്ത ദൈവസ്നേഹവും കടുത്ത പ്രത്യാശയും, അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒക്കെ ആകും. ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കണം. നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ബോധിപ്പിച്ച് അവസാനം ഉച്ഛിഷ്ടമാണ് ദൈവത്തിന് കൊടുക്കണം. പല ആൾക്കാരും അളിയനും വന്ന് നിരങ്ങിപ്പോയി, കൂട്ടുകാരും വന്ന് ഇറങ്ങിപ്പോയി, ഓരോരുത്തരുടെ അടിയന്തരം കഴിഞ്ഞ് മകളും വന്ന് പ്രസവിച്ചു പോയി, എല്ലാം ഇങ്ങനെ എല്ലാവരും വന്നു പോയി കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് ഉടമ്പടി ചെയ്യാൻ ജീവിക്കാം. വി ക്യാൻ ഡു ഇറ്റ്. മറിച്ച് ആരും വന്നില്ല, ആര് വന്നാലും പോയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ആ വിശ്വാസം ആഘോഷിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ഉടമ്പടി നിന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലുമുള്ള അവിടുത്തെ സ്നേഹം പുതിയതാണെന്നുള്ള വലിയ അറിവിന് നന്ദി പറയുന്നു. അവരെ പറയണത് ഞാൻ പത്രം കൊടുക്കണത്, ഇനി പറയണത് ഞാൻ പത്രം കൊടുക്കണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല ആരെയും നിൽക്കുമ്പോൾ അത് ഇങ്ങനെ കൊടുത്തു ആൾക്കാർ ഇങ്ങനെ കൊടുക്കുമല്ലേ, എന്നെ കണ്ടാൽ മിണ്ടല്ലെന്ന് പറഞ്ഞ് പത്രം മുഖത്ത് നോക്കാതെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഒരു പത്രമെങ്കിലും അങ്ങനെ കൊടുത്താൽ 9 ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുക്കാത്ത പോലെയാവും. അത് അതാണ് അവർക്കെന്തെങ്കിലും മനസ്സിലായി. അതാണ് ആത്മാർത്ഥത എന്ന് പറയണത്. അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ അവർ ആ കേൾക്കുന്ന ആൾക്കാർക്ക് കൃപാസനത്തിൽ വരും. അങ്ങനെ വരണം. അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ദൈവത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദൈവം വിട്ടു പോകത്തില്ല. എൻ്റെ മക്കളെ, ഞാൻ 65 വയസ്സുകൊണ്ട് എനിക്ക് 4 വയസ്സ് മുതൽ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളാണ്. എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത് നമ്മളൊരു മണ്ടൻ ജീവികളാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇത്തിരി ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം ഒരു 10 ഇരട്ടി നമ്മുടെ ആത്മാർത്ഥത കാണിക്കും. എനിക്ക് മനസ്സിലായിരിക്കുന്ന സംഭവം, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സീരിയസ് ആകണത്. മനസ്സിലായോ? നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കണില്ലെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഇനി ഞാനിങ്ങനെ സീരിയസ് ആയില്ലെങ്കിൽ നടക്കാതെ പോയാലെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണത്. ദാറ്റ് ഇസ് റോങ്. മറ്റെന്താണ്? നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ദൈവത്തിന് എൻ്റെ ജന്മം കൊണ്ട് ദൈവം ഒരു പ്രയോജനം ഉണ്ടാക്കാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. അത് അങ്ങനെ തന്നെ അവർ പറയുകയാണ്. അതായത് റിനി പറയണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് ഉടമ്പടി ജീവിക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിത അഭിലാഷമെന്ന്. അല്ല എൻ്റെ കാര്യം നടക്കുന്നതല്ല. എന്ത് പറച്ചിലാണ്, പത്രമാറ്റ തങ്കം പറച്ചിലാണിത്. എന്താ കാര്യമാണ്? ഉടമ്പടി ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിത അഭിലാഷം. അല്ല എൻ്റെ മകളെ കെട്ടിക്കുകയല്ല, വസ്തു മാറ്റുകയല്ല, കടം പരിഹരിക്കുകയല്ല. അതൊക്കെ എൻ്റെ ദൈവം ചെയ്തോളും. എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം. അടിച്ചു ശ്രുതികട ഹല്ലേലൂയ. ജീവിക്കുവാൻ